യോഗയായാലും സൂംബ നൃത്തമായാലും ശരിയായ രീതിയിൽ ജീവിതത്തിന്റെ ഭാഗമാക്കി ചിട്ടപ്പെടുത്തുമ്പോഴാണ് ഊർജ്ജസ്വലത കൈവരിക്കുവാൻ സാധിക്കുകയെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. സിമെറ്റ് നഴ്സിംഗ് കോളേജിന് എം.എൽ.എ. ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ സൂംബ ഡാൻസ് കൊണ്ടും യോഗ കൊണ്ടും സാധിക്കുമെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. സൂംബയോ യോഗയോ മറ്റേത് വ്യായാമമായാലും ശരിയായ രീതിയിൽ ജീവിതത്തിന്റെ ഭാഗമാക്കി ചിട്ടപ്പെടുത്തിയാൽ ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നിർബന്ധപൂർവ്വം നടന്നു. ഇത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സൂംബ ഡാൻസോ വേണ്ടാന്നുണ്ടെങ്കിൽ യോഗയോ അതും അല്ലെങ്കിൽ വാമിംഗ് അപ്പ്, സ്പോർട്സിൻ്റെ ഭാഗമായിട്ടുള്ള വാമിംഗ് അപ്പ് എന്താണോ വേണ്ടത് ചെയ്യുക. എന്തെങ്കിലും ഒരു കായികമായ മാനസികമായ ഉല്ലാസത്തിനുള്ള പരിപാടി നാളെ മുതൽ ആരംഭിക്കണം. സിമെറ്റ് നഴ്സിംഗ് കോളേജിനെ എം.എൽ.എ. ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം.വി. ഗോവിന്ദൻ. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എം. സീന അധ്യക്ഷത വഹിച്ചു. ദീപകുമാരി വി.എൻ. സംസാരിച്ചു. എം.എൽ.എ. ഫണ്ടിൽ നിന്നും അനുവദിച്ച 28,60,60,000 രൂപ ചെലവിട്ടാണ് ബസ് വാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.